ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു 290ൻ്റെ നൈറ്റി ബിറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പ്രിൻസസ് കട്ട് കുർത്തി ചെയ്തെടുത്താലോ. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമാണ് കേട്ടോ പ്രിൻസസ് കട്ട് വരുന്നുള്ളൂ. ബാക്കിൽ നമ്മൾ നോർമൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിവിടെ 290ൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ലീവിനൊക്കെ ലെങ്ത്ത് വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 320ൻ്റെ എടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ സ്ലീവ് ചെറിയ സ്ലീവാണ് കിട്ടുള്ളൂ. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് 48 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ അതുകൊണ്ട് സ്ലീവ് ചെറുതാണ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ 320ൻ്റെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം 3/4 സ്ലീവ് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ. മാത്രമല്ല ഇതിന് വീതിയും കുറവാണല്ലോ. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ആദ്യം ഒരുമിച്ച് കട്ട് ചെയ്യാം. അതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് 48 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെന്ന്. അപ്പോൾ 48ൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട്. അപ്പോൾ 49.5-ൽ ഞാനൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു പീസിൽ നിന്ന് മാത്രമേ നമുക്ക് സ്ലീവ് കിട്ടുകയുള്ളൂ. ചെറിയ സ്ലീവാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ക്യാൻവാസ് വെക്കുന്നില്ല, അതുകൊണ്ട് 3 ഇഞ്ച് നെക്ക് വിഡ്ത്താണ് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ നമ്മളൊരു 3.5 ഇഞ്ചാണ്. സാധാരണ നോർമൽ എത്രയാണോ കൊടുക്കുന്നത് അത് തന്നെ കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ ഞാനിവിടെ ഒരു 6.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് ഈ കോർണർ ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ കൂടി ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക. ഞാനിവിടെ തയ്ക്കുന്നത് XXL സൈസുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ XXL ആകുമ്പോൾ ചെസ്റ്റ് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി 11 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നു. ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ട് പറയുന്നത് XXL സൈസ് കുർത്തിയുടെ. ഇനി 22 ഇഞ്ചിലാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അവിടെ ഞാനൊരു 22 തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 3 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് അവിടെ പോകൂലേ. അപ്പോൾ അതിനനുസരിച്ചും കൂടെ നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ അതായത് നമ്മൾ എക്സ്ട്രാ വണ്ണം ഇടുമ്പോൾ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ഇടുമല്ലോ. തയ്യൽ തുമ്പ് ഇടുമ്പോൾ സാധാരണ 1.5 ഇഞ്ച് ഇടണമെങ്കിൽ ഒരു 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടുക. കാരണം ഈ ഫ്രണ്ടിൽ നമ്മൾ ഒരു സൈഡിൽ തയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും, അപ്പുറത്തെ സൈഡിൽ 1/2 ഇഞ്ച് പോകും. അതായത് ഫ്രണ്ടിലത്തെ 2 സൈഡിലുണ്ടല്ലോ പ്രിൻസസ് കട്ട് ഇങ്ങനെ വരുന്നത്, ആ 2 സൈഡിലും കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഈ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണ്. രണ്ടാമത് വരച്ചേക്കണത് നമ്മൾ ആ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്യുമ്പോൾ പോകുന്ന തയ്യൽ തുമ്പിന് വേണ്ടി ഇട്ടതാണ്. ഇനി ഇടുന്നതാണ് നമുക്ക് തയ്യൽ തുമ്പായിട്ട്. ഞാൻ സാധാരണ 1.5 ഇഞ്ചാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ലെങ്ത്തും വിഡ്ത്തും കുറച്ച് കൂട്ടിയിടുക, അതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കുറവായിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. താഴേക്ക് നമ്മളൊരു 13 ഇഞ്ച് വിഡ്ത്താണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കണമെങ്കിൽ ഇങ്ങനെ നെക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ക്യാൻവാസിലേക്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം നിങ്ങൾ തയ്യൽ തുമ്പ് ഇടാനായിട്ട് മറക്കരുത്. തയ്യൽ തുമ്പ് കുറച്ച് കൂടുതൽ ഇട്ടോളുക. ഒരു 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ഇട്ടോളുക. താഴെയും അതുപോലെ തന്നെ മുകളിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് എപ്പോൾ തയ്ച്ചാലും കുറച്ചൊരു ഡിഫറൻസ്, ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് കയറി ഇറങ്ങിയും വരാറുണ്ട് അല്ലേ. അപ്പോൾ അത് വരാതിരിക്കാനാണ് കൂടുതൽ ഇടാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ പീസ് മാത്രം എടുത്ത് വെച്ചേക്കുക കേട്ടോ. ബാക്ക് പീസ് അങ്ങ് മാറ്റി വെച്ചേക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് ഇല്ലേ, ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. എങ്കിലും നോർമലി ഒരു 10 ഇഞ്ചൊക്കെ ആയിരിക്കും കേട്ടോ. ആ ബസ്റ്റ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക മുകളിൽ നിന്ന്. അതിന് ശേഷം നമ്മുടെ ഈ ആം ഹോളിൻ്റെ ആ സെൻറ്റർ ഭാഗമില്ലേ, ആ കോർണർ ഭാഗം,
അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ 2 പോയിൻറ്റും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തേക്കണ പോയിൻ്റാണ് നമ്മൾ ആ കാണുന്നത്. അതായത് 2 ബസ്റ്റുകളും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസമാണ് പറയുന്നത്. എന്നിട്ട് അത് നേരെ താഴേക്ക് ഇതുപോലെ വരയ്ക്കുക. അതായത് ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാറ്റിയും മുകളിൽ നിന്ന് ഒരു 10.5 ഇഞ്ച് താഴേക്കും ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആം ഹോളിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് താഴേക്ക് വരിക. ഏറ്റവും താഴെ ഞാനൊരു 5 ഇഞ്ചാണ് ഫോൾഡഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങോട്ടേക്ക് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമുക്കിത് 3 പീസാണ് വരുന്നത്. സെൻറ്ററിലുള്ള ഒരു പീസ്, അതിൻ്റെ സൈഡിലേക്ക് 2ഉം ജോയിൻ ചെയ്ത് പിടിപ്പിക്കാനുള്ള ഒരു പീസ്. നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തയ്യൽ തുമ്പ് നമുക്ക് അവിടെ 1 ഇഞ്ച് ആ ഒരു പീസിൽ പോകുമെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ആ വളവ് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ ഒന്ന് പതുക്കെ വലിച്ചൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴേക്ക് വരുമ്പോൾ കുഴപ്പമില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയച്ചാൽ മതി. അപ്പോൾ ഈ 2 ആ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു വളഞ്ഞ ഭാഗമുണ്ടല്ലോ, ആ വളഞ്ഞ ഭാഗമാണ് കറക്റ്റായിട്ട് വരേണ്ടത്. എന്നാലാണ് ആ ഒരു ഷേപ്പ് വരുള്ളൂ. നമ്മുടെ നമുക്ക് ആ കറക്റ്റ് ആ ബസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരുമ്പോൾ നല്ല ഷേപ്പിന് വന്നെങ്കിൽ അവിടെ കറക്റ്റായിരിക്കണം. ഇനി ഞാൻ ആ സെൻറ്റർ ഭാഗം എടുത്ത് വെച്ചിട്ട് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് ഒരു 6.5 ഇഞ്ചും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് നെക്ക്, ഒരു നോർമൽ റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസിൽ ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയുള്ള തുണിയായതുകൊണ്ട് ക്യാൻവാസ് എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിലത്തെ നെക്ക് വരുന്നത്. ബാക്കിൽ നമ്മളിതുപോലെ നെക്ക് തന്നെയാണ് വയ്ക്കുന്നത്, ഒരു 5 ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ 2 പീസ് തുണി എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഫോൾഡഡ് സൈഡാണ് മുകൾ ഭാഗത്തായിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യുന്നു, സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു, സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ സ്ലീവ് വരയ്ക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, നമ്മൾ ഇഷ്ടം പോലെ വീഡിയോകളിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല. നമ്മളൊരു ചെറിയ സ്ലീവ് അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ സ്ലീവ് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഒന്ന് കുഴിച്ചും കൂടെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കാനാണ് നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും ഒന്ന് ചെറുതായിട്ട് കുഴിച്ച് വെട്ടണം. ഞാനത് വീഡിയോ എടുത്ത് കിട്ടിയില്ല. അപ്പോൾ സ്ലീവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രിൻസസ് കട്ട് തയ്ക്കുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കുർത്തി ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്. വളരെ എളുപ്പമാണ് തയ്ക്കാനായിട്ട്. ഫസ്റ്റിൽ നമ്മൾ ഈ സെൻറ്ററിലുള്ള ഭാഗമില്ലേ, ആ ഭാഗം ഒന്ന് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ആ പീസുകൾ രണ്ടും ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. അന്നെ അതിന് ശേഷം നമുക്കിതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തേക്കണ എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാവുള്ളൂ. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ടൊന്നും അടിക്കരുത്. അപ്പോൾ ഇത് താഴെ വരെ ഇതുപോലെ അടിച്ചെടുക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുത്തു വെച്ചാലും മതി. സ്റ്റിച്ച് ലെങ്ത് കുറച്ചിട്ടിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്തെടുത്താൽ മതി. പുറത്തേക്കൊക്കെ ആണെങ്കിൽ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കണ്ടോ, ഇത് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡ് നമ്മൾ അടിച്ചെടുക്കണം. ആ ഒരു സെൻറ്റർ ഭാഗം വരില്ലേ, ആ ഒരു വളഞ്ഞ ഭാഗം വരുമ്പോൾ നമ്മൾ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നല്ല കറക്റ്റായിട്ടിരുന്നുള്ളൂ. പിന്നെ ഒന്ന് അയൺ ചെയ്തും കൂടെ കൊടുത്താൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ബ്ലൗസ്
കട്ട് ചെയ്യാനായിട്ട് എടുക്കണം. ഇത്ര ലെങ്ത് ഇല്ല എന്നുള്ളൂ. പക്ഷേ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ വേറെ ടക്ക് പോലെ കുറച്ച് കൂട്ടി വെട്ടുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയില്ല, ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കണതല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഇല്ല. കണ്ടോ, കുറച്ച് കയറി ഇറങ്ങി വന്നേക്കണം. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത് 2 ഇഞ്ചെങ്കിലും നമ്മൾ തയ്യൽ തുമ്പ് താഴെ സൈഡിലൊക്കെ ഇടണമെന്ന്. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നോർമൽ നമ്മൾ കുർത്തി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തിന് മാത്രം വ്യത്യാസമുള്ളൂ. കണ്ടോ, നമുക്കിത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ ഒരു തുണി അതുപോലത്തെ ആയതുകൊണ്ട് കണ്ടോ, ഇതുപോലെ പ്രിൻസസ് കട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേറെ ഒരു പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാൻവാസ് വയ്ക്കാത്തതുകൊണ്ട് റൗണ്ടിലൊരു പീസ് വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് 1/4 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ നമ്മുടെ ആ ഒരു കുർത്തിയുടെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലെ പീസും ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. അപ്പം നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഒട്ടും അറിയാൻ പാടില്ലാത്തവരുള്ളതാണ്. നമ്മളിതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിച്ച് കഴിയുകയാണെങ്കിൽ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. ഞാനിവിടെ ക്യാൻവാസ് വയ്ക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ തുണിക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ക്യാൻവാസ് വയ്ക്കാത്തത്. കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുക. പുറത്തേക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് പതിച്ചും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഫ്രണ്ടിനൊക്കെ നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ബാക്ക് സൈഡ് ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശവും കൂടെ എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഈ ഷോൾഡർ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് തയ്ക്കുക. നമ്മൾ എക്സ്ട്രാ പീസ് അതിൽ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ പീസും നമ്മുടെ കുർത്തിയുടെ ഷോൾഡറും കൂടെ ഒരുമിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ 2 സൈഡും അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് കാണാതെ ആ ഒരു പീസ് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കുക. അപ്പോൾ ഷോൾഡർ നമ്മൾ ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഷോൾഡർ കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. കറക്റ്റ് അളന്ന് നോക്കുക 3.5 ഇഞ്ചാണോയെന്ന്. 3.5 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇത് സ്ലീവാണ്. സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കുക, 2 സ്ലീവിൻ്റെയും. അപ്പോൾ ആദ്യം അതൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എളുപ്പമായിരിക്കും. അതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ കുർത്തിയുടെ സെൻറ്ററും കുർത്തിയുടെ ഷോൾഡറും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരുപാട് വലിച്ചൊന്നും പിടിക്കരുത്. വലിച്ചു പിടിക്കാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ കുഴിച്ച് വിട്ടേക്കുന്ന ഭാഗം രണ്ടും ഒരുപോലെ വന്നം. സ്ലീവിൻ്റെ കുഴിച്ച് വിട്ടേക്കുന്നതും നമ്മുടെ ഫ്രണ്ട് സൈഡും ഒരുപോലെ വന്നം. എന്നാലാണ് അത് ചേർന്നിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. രണ്ടെണ്ണം 2 സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സ്ലീവ് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡി ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ് പിടിപ്പിക്കാം കേട്ടോ. പഫ് സ്ലീവോ ഏത് ടൈപ്പ് സ്ലീവ് വേണമെങ്കിലും ഇതിന് യോജിക്കുന്നതാണ്. പഫ് സ്ലീവ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അറിയാവുന്നവരൊക്കെ ചെയ്ത് നോക്കുക, അറിയില്ലാത്തവരും ചെയ്ത് നോക്കുക കേട്ടോ. പഫ് സ്ലീവിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബോഡി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ മാർക്ക് ചെയ്ത് വെച്ചേക്കണേ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് തയ്യൽ തുമ്പ് അധികമാണെന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എങ്കിലും നിങ്ങളൊരു 2 ഇഞ്ചെങ്കിലും
തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. തീരെ 1 ഇഞ്ചൊക്കെ ഇട്ടിട്ട് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് നമുക്ക് അടിച്ച് കഴിയുമ്പോൾ തയ്യൽ തുമ്പ് കാണില്ല. ഇച്ചിരി വണ്ണം കൂട്ടണമെങ്കിലൊന്നും പറ്റാത്ത അവസ്ഥ വരും. ഇനി നമുക്ക് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്ത് താഴ്ഭാഗവും മടക്കി അടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റ് ഒന്ന് പതിച്ചടിക്കുകയും ചെയ്യാം 2 സൈഡും. അങ്ങനെയും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡിയാവും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ, ലൈനിങ് ഒന്നും ഇല്ലാത്ത കാരണം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ശരിക്കും ഇതിൻ്റെ പ്രിൻസസ് കട്ട് കാണാനേ ഇല്ല ഇതിൻ്റെ അകത്ത്, ഈ ഒരു തുണിയുടെ ആ ഒരു കളറും ഉണ്ട്. എങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റായിരുന്നു. ഒരു ശകലം പോലും ചുളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.